മായമില്ലാത്ത നല്ല കിഡിലൻ പപ്പടം നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പപ്പടം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുത്താണ്, തരികളൊന്നും പാടില്ല. അപ്പോൾ നല്ലതുപോലെ ഈ പൊടി ഇടഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ പൊടിയിലേക്ക്, ഉഴുന്നുപൊടിയിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ നല്ലതുപോലെ പിടിക്കണം. ഇനി നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നതിനോട് അത്ര ഫാസ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റത്തിലാണ്, ഉഴുന്നായതുകൊണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കുഴയ്ക്കാനായിട്ട് പാടില്ല, കുറേശ്ശെ വെള്ളം ചേർത്ത് മാത്രം ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മറ്റു ഓയിലുകളൊന്നും പാടില്ല, നല്ലെണ്ണയാണ് പപ്പടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. നല്ലപോലെ സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ ഇത് പരത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് പ്രസ് ചെയ്ത് നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു ഇടികല്ല് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇടിച്ച് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇടികല്ലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൈകൊണ്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തേച്ചാൽ മതി, നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇടികല്ലൂടെ ചേർത്ത് വെച്ചിട്ട് ഇടിച്ച് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് റോളാക്കി എടുക്കണം. റോളാക്കി എടുക്കാനായിട്ട് ഇതുപോലെ റോളാക്കി എടുത്താൽ മതി. ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലിൻ്റെ ഒരു സൈസ് ആകുമ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ നല്ലതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു 250 ഗ്രാം ഉഴുന്നുപൊടി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പപ്പടം ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവനും റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് നമുക്കിതിന് പരത്തി എടുക്കാനായിട്ടുള്ളതാണ്. അത്യാവശ്യം ഒരു വലിപ്പം ഉള്ള സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്കിനി പപ്പടം ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ച് മൈദപ്പൊടി, നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം അതിൽ നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ആദ്യം ഷേപ്പ് ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് നല്ലപോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള പാത്രം ഉപയോഗിച്ച്, നമ്മുടെ ഈ ചോറ് ഉണ്ടാകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നല്ല ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സെയിം പപ്പടത്തിൻ്റെ കൂട്ട് തന്നെ നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ സൈസിൽ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോൾസ് മുഴുവൻ നമുക്കിതുപോലെ പപ്പടം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 250 ഗ്രാം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് തന്നെ നമുക്കിവിടെ ഒരുപാട് പപ്പടം ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുഴുവനും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഇതുപോലെ വെയിലത്ത് നമ്മൾ തയ്യാറാക്കിയ പപ്പടം മുഴുവൻ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കണം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കിതൊന്ന് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇത് മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ പപ്പടമാണിത്. ഇനി നമ്മളിത് മുഴുവൻ എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കൈകൊണ്ടൊന്ന് കുടഞ്ഞെടുക്കുക. കാരണം ഇതിൽ മൈദപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഓയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ. ഇതുപോലെ വീർത്ത് വരും നല്ല അടിപൊളി പപ്പടം. അപ്പോൾ ഇതിൽ മായം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ ആകെ ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയും ഉപ്പും നല്ലെണ്ണയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ പൊങ്ങി വരും. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയാലും വിശ്വസിച്ച് നമുക്ക് കഴിക്കാനായിട്ടും പറ്റും. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കുഴയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴയ്ക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ഓണാക്കിയിടുക. അപ്പോൾ നല്ല കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.